ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നവരോ, നമ്മളിപ്പോൾ രായരനെല്ലൂർ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കവാടത്തിന്, അതിൻ്റെ ആ ഒരു മല കയറുന്നതിൻ്റെ കവാടത്തിനും ഇല്ല കേട്ടോ. ബാക്കിൽ സ്റ്റെപ്പ് കാണാമല്ലേ, ശബന അതാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മുകളിലേക്ക് കയറുള്ള വഴി കേട്ടോ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സ്റ്റെപ്പാണ്. അതിന് കയറുമ്പോൾ തന്നെ അവളുണ്ട് പകച്ച് നിൽക്കണ. ഇപ്പം എത്ര സ്റ്റെപ്പ് കയറി? എത്ര? 36 സ്റ്റെപ്പോ? അപ്പം ഞങ്ങളിതാ മല കയറട്ടോ. രായരനെല്ലൂർ മല. നിക്കേ നിക്കവിടെ. എത്ര പേടിയാണ് ഇതിന് കയറുന്നത്. ഇവിടെ ഒരു പൊട്ടലൊന്നും ഉണ്ടാവില്ല. എന്തേ കയറാൻ വയ്ക്കണ്ടോ? കഴിഞ്ഞാ? ഇനിയുണ്ട്. ഒരു 100 കയറി ഉണ്ടാവില്ലേ? നമ്മൾ കയറി സ്റ്റെപ്പിട്ട് കാണുന്നത് രായരനെല്ലൂർ മലയുടെ മുകളിലാട്ടോ. കയറാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇത് വെള്ളം കുടിച്ചുകൊണ്ട് ഇനി എത്ര കയറാണ്ടെന്നറിയോ? മേലേക്കൊക്കെ നോക്കാം. കൊറേ കയറാൻ കേട്ടോ. എന്നാ പോരെ. ഇതെവിടെയെന്നറിയോ? നാറാണത്തുരേന്ദ്ര മല. അപ്പൊ ഞങ്ങളിപ്പോ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിട്ട് ഇപ്പൊ കൊറേ ആയിട്ട് എണ്ണീട്ടുണ്ട്. അതിനാ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യട്ടോ. അതൊക്കെ എണ്ണാന്നല്ലേ? ഞാൻ എണ്ണീട്ടില്ല. അത് കയറിയ ആൾക്കാർക്ക് അറിയാം ടോട്ടൽ എത്ര സ്റ്റെപ്പ് ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ എത്ര സ്റ്റെപ്പ് കയറിയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും കയറട്ടെ. ഇനി കുറച്ചുകൂടി ഉണ്ടാവുള്ളൂ. ഇതൊന്നും അല്ല കേട്ടോ. ഇനി സ്റ്റെപ്പ് അത് ഇഷ്ടം പോലെ മുകളിലേക്ക് പോരെ. ഇത് എത്ര സ്റ്റെപ്പാ? വല്ല ഐഡിയ കേറിട്ടോ. കണ്ടോ വ്യൂ കണ്ടോ? വാ ഇഞ്ഞുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കണം കേട്ടോ. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ പിന്നെ അവിടെ സ്റ്റെപ്പില്ല അല്ലേ? കയറാം. സ്റ്റെപ്പ് ഇങ്ങനെ കോൺക്രീറ്റ് സ്റ്റെപ്പല്ല കേട്ടോ. കല്ലുകൾ അടുക്കി വെച്ച സ്റ്റെപ്പാണ്. ഏറ്റുണ്ടാവും. ഇത് ആയിക്കോട്ടെ സൈഡിൽ വഴിയാണ് ചിലപ്പോൾ ആയിക്കോട്ടെ പോകുന്നുണ്ടാവും. കഷ്ടപ്പാടല്ലേ ഏതാര് കഷ്ടപ്പാടൊക്കെ. മെല്ലെ വായോ, വീണ ഒറ്റ പോക്കട് പോകും. ഈ കാണട്ടോ മുകൾ ഭാഗം. ഏകദേശം മുകൾ ഭാഗത്തേക്ക് എത്തി. ഏകദേശം അല്ല, ശരിക്കും എത്തി മുകൾ ഭാഗത്തേക്ക്. കണ്ടോ ഓരോ ആൽമരങ്ങളൊക്കെ കാണണ്ടോ? ഇതാണ് ഇതിൻ്റെ ടോപ്പ്. എന്തിനാണ്? അതെ, അന്ന് വേഗം ഇരിക്കുന്ന കുറച്ച് ബുദ്ധി വന്നോട്ടെ. വരുന്ന വെള്ളം കുടിക്കാൻ മുടക്കുന്ന എത്താൻ കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഏറ്റവും മുകളിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ രായരൂമയുടെ ഉയരത്തിലെത്തി, രായരൂർ ടോപ്പിലെത്തിയിരിക്കുന്നു. ബാക്കിൽ നിന്ന് കാണുന്നുണ്ടോ വലിയൊരു ആൽമരത്തിന്റെ ചോട്ടിലിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ശബിന? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടാന്ന് കയറാൻ? അടിപൊളിയാ. ചോറ കഴിച്ചിട്ട് കയറണം, എന്നാ പിന്നെ കുഴപ്പമില്ല. 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ അതൊക്കെ മനസ്സിലായി എന്റെ ഭ്രാന്തെന്ന്. അപ്പൊ നമ്മളിത് രായരനെല്ലൂർ മലയുടെ മുകളിലാട്ടോ, ഏറ്റവും ടോപ്പിലാണ്. കണ്ടോ ഈ ബാക്കിൽ നിങ്ങൾക്ക് കാണാണ്ടാവും അല്ലേ? ഏതാണ്ടോ ഇതാണ് അതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് ആൽമരങ്ങളൊക്കെ കണ്ടില്ലേ? ഞങ്ങൾ കുറേ സ്റ്റെപ്പ് കയറിയിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നു. ഇത് റവന്യൂക്കാരടി ഒന്ന് സ്പീഡിൽ വായ കുട്ടി എന്തത്?
ഭ്രാന്തൻ 1000 അർത്ഥമേകും പ്രയത്നം ഒരു ഭ്രാന്തന്റെ ചെയ്തികളിലായി ചമഞ്ഞു മുമ്പിലറയായി കാത്തു നിൽക്കും ഒരു മർത്യരോഗത്തിന്റെ ജന്മത്തിലായി. ഇപ്പം നമ്മളിതായി പിന്നെ നാരായണത്തെ ഭ്രാന്തൻ ആ പ്രതിമ ശിലയുടെ മുന്നിലെത്തിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഭയങ്കര വെയിലാട്ടോ ഇവിടെ. നമ്മൾ ഇവിടെ നോക്കി കാണുന്ന വ്യൂ ആട്ടത്. പിന്നെ ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലൊരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളി വ്യൂ ആട്ടോ, സൂപ്പറാണേ. അയ്യവ എന്താല്ലേ എമ്മാതിരി കാഴ്ചകൾ അതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ. ഈ എന്താ കാട്ടണം, അനുഗ്രഹം മേടിക്കുക? ആന്നാ മേടിച്ചോ? ആ ഇത്ര വലിപ്പമുള്ള കല്ലെന്നാവോ അത് ഉരുട്ടി ഉരുട്ടി മേലേക്ക് കൊടുക്കുന്നുണ്ടാകുക? ഇത്ര വലിപ്പമുള്ള കല്ലാണ് ചോദിച്ചു കഴിഞ്ഞാലേ ഇതിലിപ്പോൾ പ്രതിമ വലിപ്പം കൊണ്ടുപോയി. പ്രതിമ മനുഷ്യൻ്റെ അത്ര വലിപ്പമല്ലേ ഉണ്ടാവുള്ളൂ നമ്മൾ. അപ്പോൾ നമുക്കനുസരിച്ചുള്ള കല്ലേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഈ പ്രതിമക്ക് വേണ്ടി ഉണ്ടാക്കിയ കല്ലാണ് ഇത്ര വലുത്. മനസ്സിലായോ? ഇതിന്റെ കാലിന് ഒരു കാലിന് വണ്ണം കൂടുതലുണ്ട് പറഞ്ഞില്ലേ പണ്ട് ചരിത്രത്തില് പുസ്തകത്തിലൊക്കെ? ഓർമ്മ ഉണ്ടോ അങ്ങനെ എന്തോ ഒരു ചരിത്രല്ലേ? ചരിത്രം ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല. എന്തായാലും പിന്നെ ഇതിന് മുകളിൽ എത്തിയില്ല നമ്മൾ. അതിൻ്റെ ഒരു ഭാഗ്യം. കുറേ പാറക്കെട്ടുള്ളൊരു ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. ഉരുൾപൊട്ടൊന്നുമില്ല, അതൊന്നും ഇവിടെ ഇല്ല. നല്ല ഇതൊരു ഉരുൾപൊട്ടാത്ത. എന്താണ് സംശയം, എന്താണ് ചോദിക്കുന്നത്? 12 മക്കളിലെ ആ ബാക്കിയുള്ള മക്കളെ ആരൊക്കെ? 12 മക്കൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നാരായണത്തെ ഭ്രാന്തനാണ്, പിന്നെ ഒന്ന് പെരുന്തച്ചൻ. പെരുന്തച്ചൻ തിലകൻ്റെ സിനിമ കണ്ടിട്ടില്ലേ? പെരുന്തച്ചൻ സിനിമ, അതാണ് രണ്ടാമത്തെ മകൻ. ഒറിജിനലോ? ഒറിജിനലല്ല, അതിൽ തിലക അഭിനയിച്ച കഥാപാത്രമേ പെരുന്തച്ചൻ. പിന്നെ ബാക്കി 9 ആൾക്കാർ ആരാണ് നിനക്ക് ഓർമ്മയില്ല. ഞാൻ പിന്നെ നോക്കിയിട്ട് പറയാം കേട്ടോ. ഒരു കാല് വണ്ണം കൂടുതലാണെന്നോ? ആ ഈ ഒരു കാല ചെറിയ കാലാണ്. ഞാൻ കാലം നോക്കി നോക്കാം നമുക്ക്. അതെ, ആ ഉണ്ട് കേട്ടോ. ആ കാലം ഒരു മസിലിന്റെ ഷേപ്പ് ഉണ്ടെന്ന്. ഇപ്പൊ ഈ കാലം അതില്ല, വണ്ണം കൂടുതലാണ്. ചരിത്രമുണ്ട്. പണ്ടത്തെ മലയാളം സെക്കൻഡിലൊക്കെ പഠിച്ചിരുന്നു. ഓർമ്മല്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല. മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശബന സ്പീഡിൽ പോകണം. ഇറങ്ങാൻ നല്ല ഇൻട്രസ്റ്റാ. ഇറങ്ങാൻ കുഴപ്പമില്ല, കേറാനാ ബുദ്ധിമുട്ട്. അതെ, നെല്ലിമരല്ലേ? ആ അതെ അതെ. അരിനെല്ലിക്കത്? അരിനെല്ലിയല്ല, സാധ നെല്ലി ഉണ്ടാവണോ അല്ലേ? ഉണ്ടാവും. വെള്ളമെടുത്തോ. കുടിക്കുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. വേറെ ഒന്നുമില്ല, കുടിവെള്ളം ഉണ്ട്. നല്ല ശുദ്ധമായ വെള്ളം. തണുപ്പുണ്ട് അല്ലേ? നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. ഒരു ക്ഷേത്രം ഉണ്ട് ഇതിന്റെ മുകളില്. 2 ആൽമരങ്ങളുണ്ട്, 2 പടുകൂറ്റൻ ആൽമരങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാണ്. ഇറങ്ങുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇറങ്ങിക്കോ. കയറിയ പോലെ തന്നെ ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ അതിൻ്റെ മുകളിൽ അല്ലേ ശബന? എന്താ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഹൈറ്റ്, നല്ല ഹൈറ്റിലുള്ള കാരണേ നല്ല കാറ്റും വീശിൻ്റെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. സമയമില്ല, വിശക്കുണ്ട്. അപ്പം താഴത്തേക്ക് എത്താൻ വേഗം. ഞങ്ങൾ ഏകദേശം ഇറങ്ങിയിട്ട് ഇപ്പോൾ സെൻറ്ററിൽ എത്തിയിട്ടല്ലേ? ഇനിയുണ്ട് പകുതിയോളം സ്റ്റെപ്പ് ഇനി ഇറങ്ങാണ്ട്. അപ്പം ഞങ്ങളിതാ പിന്നെ ഏകദേശം താഴത്തെ എത്താറായിട്ടുണ്ടോ? കുറച്ചും കൂടെ ഉള്ള ഇറങ്ങാൻ അല്ലേ? അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ഞങ്ങൾ കയറിയ സമയം പറ്റിയില്ല, ഞങ്ങൾ നട്ടുച്ചൊക്കെ കയറിയത് ഗെയ്സ്. അപ്പം ഞങ്ങൾ പിന്നെ മല ഇറങ്ങി കഴിഞ്ഞിട്ടോ ഇതേ കാണാണ് കയറി ഇറങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ പോയത്. കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല അല്ലേ? അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകൾ ഞങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ മുകളിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. നല്ല വൈബാണ് മുകളിൽ കയറി, നല്ല കാറ്റാണ്, നല്ല കാലാവസ്ഥയാണ്. പിന്നെ അപ്പോൾ കയറാൻ താല്പര്യമുള്ള നേരെ പോരും. പട്ടാമ്പിയിലില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പട്ടാമ്പി വരിക, പാലക്കാട് പട്ടാമ്പി വന്നു കഴിഞ്ഞാൽ കൈപ്പുറത്ത് വരിക. അവിടെ വന്നു കഴിഞ്ഞാലാണ് നമ്മളെ നാരായണത്ത് ഭ്രാന്തൻ്റെ മല ഉള്ളത്. എല്ലാ മലയാള മാസം 1-ാം തീയതി മലകയറ്റമുണ്ട്. എല്ലാ മലയാള മാസം 1-ാം തീയതി അന്നാണ് മല കയറുന്ന ദിവസം. അപ്പോൾ അന്ന് പോരുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അന്ന് വന്നു കഴിഞ്ഞാൽ.
അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.